ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഓട്സിൻ്റെ പുട്ടുണ്ടാക്കാൻ പോണേ. ഓട്സ് ഞാൻ വറുത്തോണേ. വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് എടുത്തിട്ടാ. ഇത് മിക്സിയിൽ പൊടിച്ചിട്ട് ഓക്കെ മിക്സിയിൽ പൊടിച്ച് ഞാൻ ഇത് നിങ്ങൾ നനയ്ക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പെട്ടെന്ന് കുഴഞ്ഞു പോയി ഓട്സ്. വറുത്തിട്ട് എടുക്കാവുള്ളൂ. പിന്നെ തേങ്ങയും ഞാൻ കുഴക്കുന്ന കളയണമെന്ന് വിചാരിച്ച് മറന്നു പോയി എടുക്കണമെന്ന്. പിന്നെ തേങ്ങയും വെള്ളവും ചക്കര വെള്ളം ഇട്ടാവും. ഉപ്പുമായിട്ട് ഇങ്ങനെ നല്ല ഞവിടിയിട്ട് ഓട്സ് പൊടിച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ വിതറി കുറച്ച് വെള്ളവും തേങ്ങയായിട്ട് ഇങ്ങനെ വിതറി കുഴക്കണം കേട്ടോ. ഒരു ചക്കര നെയ്യും ഇട്ട് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കുഴച്ചിട്ട് നമ്മൾ പുട്ടുകിട്ടെടുത്ത് ചേർത്ത് തേങ്ങയിട്ട് പുട്ടിങ്ങനെ തേങ്ങയിട്ടാണ് കുഴച്ചത് കേട്ടോ. പിന്നെ തേങ്ങ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഇടണം. കടലക്കറിയാണ് വയ്ക്കുന്നത് ഓട്സിന് കടലക്കറി വെക്കണം. അതിന് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് ഇച്ചിരി തേങ്ങയും കടലക്കറിക്കാണ് പച്ചത്തേങ്ങ അരയ്ക്കുന്നത്. തേങ്ങ വറുത്തതില്ല പച്ചത്തേങ്ങ. പിന്നെ തേങ്ങയും തന്നെ ഇച്ചിരി ഉച്ച മസാല എന്ന് പറഞ്ഞാൽ എല്ലാം തക്കോലം ഒരു ശകലം ഇത്രയും മതി കേട്ടോ. തക്കോലം 2 ഇതൾ പിന്നെ 2 ഗ്രാമ്പു. ഇത് ഓട്സ് ഉപ്പുമാവിൽ ഓട്സിൻ്റെ ഇതിനായതുകൊണ്ടാണ് ഞാൻ ഈ മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ. പിന്നെ ശകലം പെരുംജീരകവും കറുവപ്പട്ടയും. കറുവപ്പട്ട ഇത്ര ഇടണേ. കറുവപ്പട്ട വേണ്ടല്ലോ. കറുവപ്പട്ട ഇട്ട് ഒരു ഏലക്ക, പിന്നെ കുറച്ച് പെരുംജീരകം. കുറച്ച് മതി കേട്ടോ പെരുംജീരകം. കണ്ടാ 5-6 പെരുംജീരകം. കുരുമുളക് അത് പൊടിയായതുകൊണ്ട് ഞാൻ അരക്കുന്നില്ല. പൊടിയാണ് അതിനകത്ത് ഇടുന്നതുകൊണ്ട് അരക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ അരച്ചോണ്ട് വരാമേ. അരച്ചേട്ടോ കൂട്ടുകാരെ. ശരി മതി. ഞാൻ 2 കറിയല്ലേ. കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂട്ടുകാരെ കടല വേവിച്ച് വെച്ചിരിക്കണേ. ആ കുട്ടിനാവുള്ളൂ. കടല ഞാൻ വേവിച്ച് വെച്ചിരിക്കണേ. എന്താ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് ഒഴിക്കണം. എന്താ ഞാനിങ്ങനെ ഓട്സിൻ്റെ കറി ഉണ്ടാക്കുമ്പം 2 അണ്ടിപ്പരിപ്പ് 2 ബദാം ഒക്കെ കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം അരച്ചത്. നല്ല ടേസ്റ്റ്. ശകലം മിക്സിയിലേക്ക് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യത്തില്ല. ഉപ്പ് മുട്ട റെഡിയായി കേട്ടോ. മുട്ട വെച്ചത് പുഴുങ്ങിയത്. ഇനി കാപ്പി. നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 4 ഗ്ലാസ് വെള്ളം വേണം. ഇത് 2 ഗ്ലാസ്സൊക്കെ വറ്റിക്കും. അതാണ് എൻ്റെ ചായ. ഞാൻ ചൂപ്പിട്ട് കടലക്കറി. ഇനി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതല്ല കറി വെളുത്താണ് ഇരിക്കുന്നത് കേട്ടോ. തന്നെ സൂപ്പർ കറിയാണ്. അപ്പൊ കൂട്ടുകൊന്നും കമ്മില്ല. കല്ലില്ലാത്തോണ്ട് ഇത് സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് വറുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കുറച്ച് വറുത്തിട്ട് ചെയ്താൽ സൂപ്പറായിട്ട് ഇരിക്കും. എനിക്ക് കൈ വയ്യാത്തോണ്ട് പപ്പയെല്ലാം ചെയ്ത് തരുന്നത്, തേങ്ങ ചെയ്ത് തരുന്നതും എല്ലാം. ഒത്തിരി നനഞ്ഞു പോയാൽ ഈ ഓട്സ് ഇങ്ങനെ കട്ടി ഒരു മരി കൊഴുക്കട്ട പോലെ പുട്ടിന് ആവിച്ച് നമ്മൾ എടുക്കുമ്പോൾ കുത്തുമ്പോൾ വരും. ഇത് നമുക്ക് പൊടിച്ചിട്ട് കേട്ടോ വറുത്തിട്ട്. ഒന്നര കുറ്റി പുട്ട് വെച്ചേ. ഞാൻ 2 ഇത് ഷോർട്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഷോർട്ടാക്കി ഇടാൻ പറ്റിയ നോക്കട്ടെ, ഞാൻ ശ്രമിച്ചു നോക്കാം. ഇത് ഷോർട്ടാക്കി ഇടാൻ പറ്റിയ ഒത്തിരി നീളം കൂടുതലാണ് കേട്ടോ. 10 മിനിറ്റോളം നിങ്ങൾ ആർക്കല്ല ഇത് അതുകൊണ്ട് ഷോർട്ടാക്കി ഇടാനായിട്ട് നോക്കട്ടെ. പിന്നെ ചായക്ക് നമ്മൾ ഇടുന്നത് പിന്നെ ഇഞ്ചി ഇത്ര നീളത്തിൽ ഇഞ്ചി കേട്ടാ. അത്രയോ ഇഞ്ചിയും കറുവപ്പട്ട ഞാൻ എടുത്തില്ല. അത്ര നീളം ആ കറുവപ്പട്ട. പിന്നെ പുതിന പുതിന
പുതിന നോക്കട്ടെ. അയ്യോ അയ്യ പിന്നെ ഫ്രിഡ്ജിനകത്ത് പുതിനാണെന്നും വയ്യ. ഞാൻ പപ്പ അടുത്ത് വരുന്ന ഈ പപ്പ വരാതെ നിൽക്കുക. ഇതാണ് ഞാൻ പുതിന മേടിച്ച് കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പുതിനയും ഇടണം ചായക്ക്. പിന്നെ കറുവപ്പട്ട, ഇഞ്ചി, ഏലക്ക ഇതെല്ലാം ഇട്ടാണ് ചായ ഇടണം. ഇങ്ങനെ ഇടണം. ഒന്ന് കൈ കൊണ്ട് ഞാൻ ഇട്ടാൽ ഇത്രയും ചെയ്യണം കേട്ടോ. ഇത്രയും ചെയ്യും കറുവപ്പട്ടയും. ഞാൻ ചായ വെച്ചേ കുട്ടില്ലേ സൂപ്പറായിരിക്കും. ഇങ്ങനെ പൊടിയാതെ പിന്നെ കട്ടിയായിട്ടിരിക്കത്തില്ല. അല്ലെങ്കിൽ കല്ല് ചൂടോടെ തന്നെ മാത്രമേ ഉള്ളൂ ഓട്സ് കൂട്ട് കട്ടിയായിരിക്കും നനഞ്ഞു പോയാൽ. ഇത് പക്ഷേ നമുക്ക് വൈകുന്നേരം ആയാലും ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. അത് തേങ്ങ പാലിൽ ഇങ്ങനെ തളിച്ച് കൊടുത്തു. ഒത്തിരി തേങ്ങ പാലിൽ ശകലം കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിന് ശകലം വെള്ളം പോയിട്ട് വേണം കുഴക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് ഓട്സ് തരും. ഇനി ഒരു ദിവസം ചായ ഇടുന്ന കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ചായ ഇടുന്നത് നിങ്ങൾ കാണിച്ചേക്കാം. ഇഞ്ചി ഇഞ്ചി ലാസ്റ്റ് ഇത് പച്ചവെളിച്ചം ഒഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഇത് വേറെ ടേസ്റ്റ് അല്ല. കുറച്ച് കുട്ടി മാത്രം ഒഴിക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കറുവപ്പട്ട തീർന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിയായിട്ട് കാണിക്കുന്നത്. കണ്ടോ കൂട്ടുകാരെ, പൊടിയെന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാണ്. അതങ്ങനെ ഇടുക. പിന്നെ ഒരു ഏലക്ക ചതയ്ക്കണം. ഇനി ഇതിന് തേയില ഇടണ്ട. തേയില ഇടണ്ട. തേയില ഇടാതെ തന്നെ അതിന് കളറുണ്ടാവും. ഒരു ഐസ്ക്രീമിന്റെ സ്പൂണാണ് ഇത്. പണ്ടത്തെ ഐസ്ക്രീം ചെറിയ സ്പൂൺ. അതിന് ഞാൻ 4 സ്പൂൺ പോലും എടുത്തിട്ടില്ല. ഒരു നുള്ളിൽ എടുത്തിട്ടുള്ളൂ. കണ്ടല്ലോ, ഒരു നുള്ളിൽ ഇതിനെ ഇടണം. സൂപ്പർ. ഓക്കെ, ചായ കുറച്ച് കാണിക്കണമല്ലോ നിങ്ങൾ. യോ അത് ചെയ്യായിരുന്നു. അത് കുറച്ച് മറ്റുള്ളവരെ വിളിച്ചൊന്ന് കാണിക്കാം. നിങ്ങൾ ഇതൊന്നും ഭയങ്കര നിങ്ങളായി നിങ്ങൾ കാണിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് കഴിക്കാം. കുറച്ച് കഴിക്കാം. തേയില ഒന്നും കഴിക്കില്ല. കണ്ടല്ലോ കൂട്ടുകാരെ, കണ്ടോ? ഇത് കണ്ടല്ലോ തേയില. ഇതാണ് രാവിലത്തെ എൻ്റെ കട്ടൻ. ഇത് മറ്റു ഇതിനെക്കാട്ടി നല്ല ഡാർക്കുകൾ വരും കേട്ടോ. ഇതാണ് എൻ്റെ ആ പൊടിക്ക് വരുന്ന കട്ടൻ കേട്ടോ. കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ബൈ. ഞാൻ അടുത്ത വീഡിയോ പിന്നെ വരാം. ബൈ.